അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ കാരണമായ ഇവിടുത്തെ പുണ്യ ശരീരത്തിന് ബാധിച്ച പണി അതിന്റെ തുടക്ക ദിവസമായിരുന്നു സഫറിന്റെ ഒടുവില്, അതായത് അവസാനത്തെ ബുധനാഴ്ച. ആ തുടങ്ങിയ പനി കാരണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 12-ാം ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച എല്ലാ മഹാന്മാരും വലിയ നഹ്സുള്ള ദിവസമായിട്ടാണ് പറയുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സഗീർ എന്ന കിതാബിൽ, സുയൂത്തി ഇമാം എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് അനവധി ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ജാമിഉ സഗീർ എന്ന കിതാബിൽ പറഞ്ഞത് കാണാം, എല്ലാ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച നഹ്സിന്റെ ദിവസം, അതിന് പ്രത്യേകിച്ചും സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒരു കൊല്ലത്തിലേക്കുള്ള എല്ലാ മുസീബത്തുകളും സമാഉദ്ദുനിയ ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറക്കുന്ന ദിവസമാണ്. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് ആയിരക്കണക്കിലുള്ള മുസീബത്തുകളെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറക്കുന്ന ദിവസമാണ് സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളൊക്കെയും ഈ ദിവസം വരുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥന കൊണ്ട്, വിക്റുകൊണ്ട്, പ്രത്യേകമായ മരുന്ന് കഴിച്ചിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെയും അവർ അല്ലാഹുവിനോട് കാവൽ തേടിയവരായിരുന്നു. നമുക്കും അത് ബാധകമാണ്. മഹാനായ അബുൽ മുഅ്തി മുഹമ്മദ് ബിനു ഉമർ ബിനു അലി നവവി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഈ പരിശുദ്ധമായ ദിവസം പ്രത്യേകമായ സൂറത്തുൽ യാസീൻ ഓതുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു പാത്രം, വെള്ളത്തിന്റെ പാത്രം വെക്കണം, സൂറത്ത് യാസീൻ ഓതാം, എന്നിട്ട് അതിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന സലാമത്തിന്റെ ആയത്ത് വരുമ്പോ അതിന് 313 പ്രാവശ്യം ആവർത്തിച്ച് ഓതിയതിന് ശേഷം യാസീൻ സൂറത്തിനെ പൂർത്തിയാക്കി ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളം നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ മക്കൾക്ക്, ഭാര്യമാർക്ക് അതിനെ കുടിപ്പിച്ചാൽ ആ രോഗം, ആ വെള്ളം കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ രൂപത്തിലുള്ള ശമനമുണ്ടാകുമെന്ന് മഹാനായ അബുൽ മുഅ്തി മുഹമ്മദ് ബിനു ഉമർ ബിനു അലി നവവി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ നമ്മെ പഠിപ്പിച്ചത് കാണാം. പ്രത്യേകം ചെയ്യേണ്ട ഒരു വിഷയം നമ്മുടെ മുൻകാലത്തൊക്കെ, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇക്കാലം പറഞ്ഞാൽ എല്ലാം കൊണ്ടും പരിശുദ്ധമായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച മതത്തിന്റെ ആചാരങ്ങളൊക്കെയും പൊളിച്ച് കളയുന്ന ഒരു ചുറ്റുപാട്. ഏതൊരു വീട് നോക്കിയാലും അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടാവും. ഇപ്പോ വഹാബികളില്ലാത്ത വീടുകളില്ല. എല്ലാ വീടിലും ചെറിയവർ മുതൽ വലിയവർ വരെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞു പോകുന്നവരാണ് ഇക്കാലത്ത്. അടുത്ത നമ്മുടെ തലമുറ എന്താണ് എന്നറിയില്ല. നമുക്കിന്ന് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നതും നമ്മുടെ ചെറുപ്പകാലത്ത് മദ്രസയിലൊക്കെ ഇന്നത്തെ ദിവസം വരുമ്പോ ഒടുവിലെ മുതൽ പ്ലേറ്റ് എഴുതിയിട്ട് ആ വെള്ളം നമ്മുടെ മക്കൾക്ക് കുടിപ്പിക്കുന്ന, ആ മക്കള് നമ്മുടെ വെള്ളം അവർ കുപ്പിയിലാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുകാർക്ക് കുടിപ്പിക്കുന്ന ഒരു ചുറ്റുപാടൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്നു. ഇന്നും പല നാടുകളിൽ, പല മദ്രസകളിൽ അത് ഇങ്ങനെ ചെയ്തു വരുന്നു. നല്ലതാണ്, നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്, ഇതൊക്കെയും ചെയ്യണം. അതുപോലെ മക്കയുടെ മുദരിസായിരുന്ന, മക്കത്തുൽ മുകറമയുടെ മുദരിസായിരുന്ന അല്ലാമ അബ്ദുൽ ഹമീദ്
അലിയിൽ ഖുദ്സി റഹിമഹുല്ലാഹ്, വലിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്നത്തെ ദിവസം ഒരു സാനിൽ സലാമത്തിന്റെ 7 ആയത്ത് എഴുതി അതിനെ വായിച്ച് ആ വെള്ളം കുടിച്ചാൽ ആ വെള്ളം കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നു. അതൊക്കെ വിശ്വസിച്ച് അത് പ്രായോഗികമാക്കി അതുകൊണ്ട് ഫലം നേടിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മനസ്സിൽ ആകെ ഉള്ളത് പനി വരുമ്പോൾ ഡോക്ടർമാർ പറയുന്ന സിറപ്പും പിന്നെ ഡോളയും പിന്നെ പാരസിറ്റമോളും അല്ലെ, ഇതന്നെ നമ്മുടെ വലിയ പടച്ചവനായിട്ട് അതിന് വലിയ ശിഫയുണ്ട് എന്ന് കരുതി കുടിച്ച് സമാധാനിക്കുന്ന ആളുകളാണ്. നമ്മുടെ മുൻഗാമികൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് രോഗം വരുമ്പോ സ്വലാത്തവും ചെല്ലും, വെള്ളത്തിൽ ഓതും, കുടിക്കും. ഖുർആനിലുള്ള ശിഫായിന്റെ ആയത്ത് വെള്ളത്തിൽ ഓതും, അതിന്റെ കുടിക്കും. അവരുടെ പനിക്ക് മാറ്റം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പനിക്ക് മാറ്റം വേണോ? ഡോക്ടറെ കാണിച്ചാലേ ശരിയാവുള്ളൂ, ആ മരുന്ന് കുടിച്ചാലേ ശരിയാവുള്ളൂ. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ, ഹദീസ് കൊണ്ടുള്ള ചികിത്സ അതൊക്കെയും ഇല്ലാതെയായ കാലമാണ്. മക്കയിൽ മുദർരിസായിരുന്ന, ഏതെങ്കിലും മറ്റുള്ള പള്ളിയിലൊന്നുമല്ല, മക്കയിൽ മുദർരിസായിരുന്ന അല്ലാമ അബ്ദുൽ ഹമീദ് അലിയിൽ ഖുദ്സി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. സലാമത്തിന്റെ 7 ആയത്തുകൾ. ഒന്ന്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മറ്റൊന്ന്, സലാമുൻ തിബുതും ഫദ്ഖുലുഹാ ഖാലിദീൻ. സലാമുൻ തിബുതും ഫദ്ഖുലുഹാ ഖാലിദീൻ. മറ്റൊന്ന് നാം ഇപ്പോ യാസീനിൽ പറഞ്ഞ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മൂന്നായില്. മറ്റൊന്ന് പ്രവാചകന്മാരുടെ പേരുള്ള സലാമിന്റെ ആയത്താണ്. സലാമുൻ അലാ ഇബ്രാഹിം. സലാമുൻ അലാ മൂസ വ ഹാറൂൻ. 5. സലാമുൻ അലാ ഇല്യാസീൻ. 6. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. 7. ഈ 7 സലാമത്തിന്റെ ആയത്തെന്നാണ് എനിക്ക് പറയുന്നത്. ഖുർആനിലുള്ള സലാമത്തിന്റെ ആയത്ത്. ഈ സലാമത്തിന്റെ ആയത്തിന് ഒരു പ്ലേറ്റിൽ, ഒരു സാനിൽ അതിനെ മഷി കൊണ്ട് എഴുതി അതിന്റെ വെള്ളം മായിച്ച് കുടിച്ചാൽ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫയുണ്ടാകുമെന്ന് മക്കയുടെ മുദർരിസായിരുന്ന മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് അലിയിൽ ഖുദ്സി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇവരൊക്കെയും ഒരുപാട് മുമ്പ് ജീവിച്ച് മരിച്ചുപോയവരാണ്. ഇതൊക്കെയും അവർ വെറുതെ പറഞ്ഞതല്ല, ജീവിതത്തിൽ അവർ അനുഭവിച്ച് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങൾക്ക്, മുസീബാത്തുകൾക്കൊക്കെയും ഈ രൂപത്തിലുള്ള മുജറബാത്ത് എന്ന് പറയുന്നത്, അവർ ടെസ്റ്റ് ചെയ്ത് അതിൽ റിസൾട്ട് കിട്ടിയ ഒരുപാട് ഖുർആനികമായ മരുന്നുകളാണ്. അത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയ മരുന്നുകളാണ്. ഇത് ഇന്നത്തെ ദിവസത്തിൽ ചെയ്താൽ, നമ്മുടെ മക്കൾക്ക് കുടിപ്പിച്ചാൽ, നമ്മുടെ വീട്ടുകാർക്ക് കുടിപ്പിച്ചാൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മുടെ മഹാന്മാർ പറഞ്ഞത് കാണാം. അതൊക്കെ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് യാസീൻ ഓതിയിട്ട് 313 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബി നമുക്കൊക്കെയും ചെയ്യാൻ പറ്റുന്നതാണ്. യാസീൻ ഓതാൻ അറിയാത്ത ആളുകളാരില്ല. അതിപ്പോ ആ ആയത്ത് വരുമ്പോ അതിന് 313 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വെള്ളത്തിൽ ഊതി അതിനെ കുടിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവുന്നു. ഏതാവട്ടെ, ഒരുപാട് എല്ലാ ബുധനാഴ്ചയും എല്ലാ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച നഹ്സിന്റെ ദിവസം. നഹ്സ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞാൽ, ഖുർആൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയ്യാമിൻ നഹ്സുള്ള ദിവസങ്ങൾ. എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില ദിവസങ്ങളിൽ ചില സന്തോഷത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ അതിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നഹ്സുള്ള ദിവസങ്ങൾ ഉണ്ട് എന്ന് അത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയതാണ്. പിന്നെ ഒരധികം മഹാന്മാർ പറഞ്ഞിട്ട് അർത്ഥം പഠിച്ച എല്ലാ ദിവസവും ഒരുപോലെയാണ്, മാറ്റമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഒരുപോലെ തന്നെ. പക്ഷെ ചിലപ്പോ ചില ദിവസത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ പല കാര്യങ്ങളെയും ബാധിക്കുമെന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കാനും
അവിടുത്തെ സുന്നത്ത് മനസ്സിലാക്കാനും ആ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇറങ്ങേണ്ട, ഇതിനു വേണ്ടി ഒരുങ്ങേണ്ട ദിവസങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ദുആ ഉണ്ട്. പടച്ചോനെ, നിന്റെ ആകാശത്തിൽ നിന്ന് നീ ഇറക്കുന്ന, ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എല്ലാവിധ ആഫത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, സലാമത്താക്കണേ അല്ലാഹ് എന്നൊരു ദുആ, അറബിയുള്ള ദുആണ്. അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞതാണ്. ഈ ദുആ പറഞ്ഞിട്ട് ഹബീബായ തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു ഇജാബത്ത് തരും എന്നതാണ്. അല്ലാഹു തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് പടച്ചവനെ നമുക്ക്, അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഞങ്ങളുമായി നമ്മുടെ കുടുംബക്കാർ, വീട്ടുകാർ, അയൽവക്കക്കാർ, നാട്ടുകാർ, പടച്ചവനെ ആരൊക്കെ ഞങ്ങളുമായി വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരെയും ആകാശത്തിൽ നിന്ന് ഇറക്കുന്ന, ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സർവ അപകടങ്ങളിൽ നിന്ന്, മുസീബാത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ രൂപത്തിലും അല്ലാഹ് പടച്ചവനെ നമ്മുടെ ജീവിതത്തിൽ നീ എന്തൊക്കെ നമുക്ക് നീ തഖ്ദീർ ചെയ്തതുണ്ടോ അതിലൊക്കെ നിങ്ങൾക്ക് നീ ഖൈറാത്തുകൾ നൽകണേ അല്ലാഹ്, സന്തോഷങ്ങൾ നൽകണേ റബ്ബേ. പടച്ചവനെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാവിധ തഖ്ദീറാത്തുകളിൽ നിന്നിട്ട് പടച്ചവനെ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് ഞങ്ങളെയും പറയപ്പെട്ട ഓരോരുത്തരെയും നീ കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഓരോ ദിവസങ്ങൾ എത്രയോ ആളുകൾ ഞങ്ങളും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവാസികളായ പല രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്ന പലരും യാത്ര ചെയ്യുന്നവരാണ്. വാഹനങ്ങളിൽ മറ്റൊക്കെയും എല്ലാ സമയങ്ങളിലും അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാഹ്. ചെറുതോ വലുതോ ആയ അപകടങ്ങളിൽ നിന്നിട്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റബ്ബേ. ഒരു അപകടത്തിൽ നീ പെടുത്തല്ലേ അല്ലാഹ് റബ്ബേ. നമ്മുടെ ഓരോരുത്തരുടെയും പറയപ്പെട്ടവരുടെയും ജീവിതത്തിന്റെ വഴികളിൽ, മഈശത്തിന്റെ വഴികളിലൊക്കെയും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എത്രയോ ആളുകൾ കടലിൽ പോയി അധ്വാനിക്കുന്നവരാണ്. അല്ലാഹുവേ, ഖൈറാത്തുകൾ അവരിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്, മുസീബാത്തുകൾ ദൂരീകരിക്കണേ റബ്ബേ. ഞങ്ങളിലേക്കും ഖൈറാത്തുകളെ നീ അടുപ്പിച്ചു തരണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്, നീ സ്വർഗമാക്കണേ അല്ലാഹ്. പടച്ചോനെ, നമ്മുടെ ദുആ നീ ഖബൂലാക്ക് അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى.